വിളിച്ചു ആദിയിലാണച്ചു നടത്തി എന്നെ ദൈവത്തിൽ ഞാൻ നിന്നെ വിളിച്ചു ആദിയിലാണച്ചു നടത്തി എന്നെ ദേശമെല്ലാം അലഞ്ഞിടാതെ തീവ്രമായി വന്നെന്നെ താങ്ങിയല്ലോ ദേശമെല്ലാം അലഞ്ഞിടാതെ തീവ്രമായി വന്നെന്നെ താങ്ങിയല്ലോ നിൻ പാദം ഗതിയേ നിന്നെ എന്നെ ആരെ പുകഴ്ത്തോ യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ പരിശുദ്ധനെ പരപാരനെ ഗുരുവേ കൃപയിൽ പരമാരുൾകാൻ പരിശുദ്ധനെ പരപാരനെ ഗുരുവേ കൃപയിൽ പരമാരുൾകാൻ തേടിയതാ കണ്ടു നിന്നെ പാടുകൾ പാട്ടുകൾ തന്നെനിക്ക് തേടിയതാ കണ്ടു നിന്നെ പാടുകൾ പാട്ടുകൾ തന്നെനിക്ക് നിൻ പാദം ഗതിയെ എന്നാലും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തോ യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ പുതു എന്നയാൽ പുതു ബലത്താൽ പുതിയ കൃപയും പുതു ഗീതവും പുതു എന്നയാൽ പുതു ബലത്താൽ പുതിയ കൃപയും പുതു ഗീതവും നൽകി നിത്യം നടത്തും തന്നെ പുതിയ ദക്ഷാലയിൽ ചേരും വരെ ഓ നിത്യം നടത്തും തന്നെ പുതിയ ദക്ഷാലയിൽ ചേരും വരെ നിൻ പാദം ഗതിയെ എന്നാലും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തോ യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ ഓ ഫലം തരുന്ന മുന്തിരി നീ കൊമ്പ ആടിയാൻ ചേർന്നു നിൽക്കൂ ഫലം തരുന്ന മുന്തിരി നീ കൊമ്പ ആടിയാൻ ചേർന്നു നിൽക്കൂ നേടിപ്പാക്കും നീ ശക്തി എന്നെ കർത്തനെ നിത്യവും പരിപാലിക്കുമോ വെടിപ്പാക്കും നീ ശക്തി എന്നെ കർത്തനെ നിത്യവും പരിപാലിക്കുമോ നിൻ പാദം ഗതിയെ എന്നാളും സ്തുതിയെ നിന്നെ അങ്ങേയായി പുകഴ്ത്തും യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ നിൻ പാദം ഗതിയെ എന്നാലും സ്തുതിയെ നിന്നെ എന്നെ ആരെ പുകഴ്ത്തൂ യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ ഉൻ പാദം ഗതിയെ എന്നാലും
വന്നല്ലോ യേശുവേ ദിവ്യ സ്നേഹമുള്ളിൽ വന്നല്ലോ ഓ യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ യേശുവേ ദിവ്യ സ്നേഹം ഉള്ളിൽ വന്നല്ലോ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. ആമേൻ. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായിട്ട് കർത്താവ് ആദരിക്കട്ടെ. കർത്താവിന്റെ മകനീയമായ കൃപയിൽ ആശ്രയിച്ച് ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ 5 മണിക്കുള്ള പ്രാർത്ഥന സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനും കർത്താവിന്റെ ബലത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്ക് അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് പ്രവേശിപ്പാൻ ദൈവം ഇടയാക്കി. പതിവ് പ്രകാരമുള്ള ചൊവ്വാഴ്ചയുള്ള പ്രാർത്ഥനയ്ക്ക് നമുക്ക് സന്തോഷത്തോടെ വരുവാനും ദൈവം അനുവാദം തന്നു. വളരെ ഗൗരവത്തോടെ ഈ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും വിശേഷാൽ ബന്ധം അറിയിക്കുന്നു. ഓണിലായിരിക്കുന്ന പ്രിയ ജെയ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവ് മാനിക്കട്ടെ. എല്ലാ ദൈവമക്കൾക്കും വീണ്ടും കർത്താവിന്റെ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ദൈവം നൽകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി തന്നെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നാം അനേക വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥിച്ചു. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാടിയാക്കി തീർത്തു. നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകട്ടെ. പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി നാം ഈ ദിവസങ്ങൾ നന്നായിട്ട് അനുഭവിച്ചുള്ള ഈ സമയമാണ്. അത്രയ്ക്ക് പ്രയാസങ്ങൾ വന്നപ്പോഴും രാവും പകലുമൊക്കെ ഓരോരുത്തരും പേരുകൾ പറഞ്ഞ് അവരുടെ വിഷയത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവസഭയ്ക്ക് ദൈവം തന്ന നല്ല അനുഗ്രഹത്തിന് നല്ല ദൈവിക പദ്ധതികൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് മാനിക്കട്ടെ. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് വരുന്ന ദൈവിക ചിന്ത പ്രതീക്ഷിക്കാത്ത എന്ന പദവുമായി ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് നാം ചിന്തിക്കുകയും അതിൽ നിന്ന് ദൂതുകൾ നാം പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മേഖല. അതുകൊണ്ട് നാം കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചതുപോലെ ദൈവം പ്രത്യക്ഷപ്പെട്ടവർ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്തു? പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അനി ദൈവം പ്രയോജനപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമേ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്കും ദൈവം പ്രത്യക്ഷപ്പെടുന്നു. ഇനിയും ദൈവം നമുക്കായി പ്രത്യക്ഷപ്പെടും. ആ പ്രത്യക്ഷപ്പെടുന്നൊക്കെ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം തീർക്കുന്നു. ദൈവിക ചിന്തകൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്ന് ഇരുന്നപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് മറ്റൊരു ആലോചന കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമാനിയാക്കി. പ്രതീക്ഷിക്കാത്ത ഒരു ദൈവ വിളി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേൽ പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. 1 ശമൂവേൽ പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. യഹോവ ശമൂവേലിനെ വിളിച്ചു. യഹോവ ശമൂവേലിനെ വിളിച്ചു. എല്ലാവരും ചേർന്ന് ഒരു ഹല്ലേലൂയ പറയാമോ? യഹോവ ശമൂവേലിനെ വിളിച്ചു എന്ന വാക്ക് വിളിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. 20-ാമത്തെ വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് ഈ ദൂതലേക്ക് വരാം. 20 മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഇങ്ങനെ യഹോവ ശീലോവിൽ വെച്ച് ശമൂവേലിന് യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടു. ഒന്നുകൂടി യഹോവ വീണ്ടും ശീലോവിൽ വെച്ച് പ്രത്യക്ഷമായി എന്ന വാക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ്. നമുക്ക് ഇന്ന് രാവിലെ ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന മേഖല ഈ പുസ്തകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വാക്ക് എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നാണ്. ഈ വാക്കിന്റെ ഈ ശമൂവേൽ എന്ന പുസ്തകത്തിന്റെ താക്കോൽ വാക്ക് എന്താ? പ്രാർത്ഥന എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി, ആ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടിയാണ് നാം ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്ന വാക്ക്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും 23-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചിടാമോ? 12, 19, 23. 12-ാം അധ്യായത്തിന്റെ 19ഉം 23-ാമത്തെ വാക്യം കൂടെ. ശമൂവേലിനോട് അടിയങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണം. ഒരു മിനിറ്റ്. അമ്മ ആരായിരുന്നു? പ്രാർത്ഥിക്കുന്നവൻ. മകനും ആരായി മാറി? പ്രാർത്ഥിക്കുന്നവൻ. മകൻ പ്രാർത്ഥിക്കുന്നു എന്ന് ആർക്ക് മനസ്സിലായി? ജനത്തിന് മനസ്സിലായി. പ്രാർത്ഥിക്കുന്ന മകൻ ആയ ശമൂവേൽ എന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥന
ആവശ്യപ്പെടുന്ന ജനമുണ്ടായി. വായിക്കാം അടുത്ത വാക്ക്. ഞങ്ങൾ മരിച്ചു പോകരുതേ, ആ. ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ആ. ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ആ. ഈ ഒരു ദോഷം കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 23-ാമത്തെ വാക്യം. ഞാനോ ആ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ ആ. യഹോവയോട് പാപം അപ്പോൾ ചെയ്യുവാൻ ശമൂവേൽ പറയുന്നു, നിശ്ചയമായി എന്ന വാക്ക് നായകൻ തമിഴ് വന്ന കണ്ണിപ്പാൻ എന്ന വാക്ക് ശിവ, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഞാൻ ദൈവത്തോട് പാപം ചെയ്യുന്നു. ഈ രണ്ട് വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 1 ശമൂവേലിന്റെ പുസ്തകം എന്ന് പറയുന്ന വാക്കിന്റെ കീ വേർഡ്, താക്കോൽ വാക്യം എന്ന് പറഞ്ഞ് പ്രാർത്ഥനയാണ്. കരങ്ങളോട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആ പദം നല്ലതാണ്. അപ്പോൾ ഓർത്തോണം, ശമൂവേലിനോട് ജനം പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് ശമൂവേലെ പ്രവാചകനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? ഞങ്ങൾ മരിക്കാതിരിക്കത്തക്കവണ്ണം ഞങ്ങൾക്ക് അത് ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ട് രാജാവിനെ കിട്ടി. രാജാവിനെ കിട്ടിയത് മുതൽ മരണഭീതി വന്നു. അതുകൊണ്ട് ഞങ്ങൾ മരിക്കാതിരിക്കത്തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി ശമൂവേൽ പ്രവാചകൻ പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ചോദിക്കുന്നു. ശമൂവേൽ പറയുന്നു, യെസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അഥവാ ഞാൻ പ്രാർത്ഥിച്ചില്ല എങ്കിൽ ഞാൻ പാപം ചെയ്യും ദൈവത്തോട്. ഇന്ന് രാവിലെ ദിനാത്മാവിൽ പറയാൻ, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ, പ്രാർത്ഥിക്കുന്ന ഒരു മകൻ, പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ, പ്രാർത്ഥിക്കുന്ന ഒരു മകൾ, അവൻ ഒരു പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ, പ്രാർത്ഥിക്കുന്ന ഒരു സഭ, അവൻ പ്രാർത്ഥിക്കുന്ന കുടുംബം നമുക്കുണ്ടെങ്കിൽ അവൻ മരണം മാറുന്നു, ശാപങ്ങൾ മാറുന്നു, പരാജയങ്ങൾ മാറുന്നു, വിജയം നമ്മുടെ അടുക്കലേക്ക് വരുന്നു. വിജയത്തെ കൊണ്ടുവരാൻ പറ്റും. കരമടിച്ചെന്ന് പറയാം, ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുന്ന ശബ്ദമാണ്. പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് ഒരു പ്രാർത്ഥിക്കുന്ന മകനെ കിട്ടി. പ്രാർത്ഥിക്കുന്ന അവന്റെ മകനെ കൊണ്ട് ഒരു രാജ്യത്തിന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണമുള്ള ഒരു പ്രവാചകനെ കിട്ടി. ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ഹൃദയത്തിനകത്ത് കുറിച്ചു വെക്കണം. കുറിച്ചു വെച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയിലും ഈ പദം ഉപയോഗിച്ച കൊള്ളാം. പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് പ്രാർത്ഥിക്കുന്ന മകനെ കിട്ടി. പ്രാർത്ഥിക്കുന്ന ഒരു മകൻ ഉള്ളതുകൊണ്ട് രാജ്യത്തിന് എന്ത് കിട്ടി? പ്രാർത്ഥിക്കുന്ന ഒരു മകനെ കർത്താവ് കൊടുത്തു. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് ആര് വേണം? പ്രാർത്ഥിക്കുന്ന ഒരു അപ്പൻ വേണം, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ വേണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയ്ക്കും ആരുണ്ടാകും? പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാകും. അത് ജീവിതത്തിന് അത് വിജയം കൊണ്ടുവരും. ഈ പ്രാർത്ഥന എല്ലാം ഉള്ളതുകൊണ്ട് ജനം പറഞ്ഞ വാക്കിന് ഞാൻ കടമെടുത്ത് പറയുന്നു, ഞങ്ങൾ മരിക്കാൻ പാടില്ല. ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ ലക്ഷ്യം ഞങ്ങൾ കൊണ്ട് ആയുസ് കുറഞ്ഞ് ആയുസ് തീർന്നുമ്പിൽ മരിക്കാൻ പാടില്ല. ഞങ്ങളുടെ ശത്രുക്കൾ കൊല്ലാൻ പാടില്ല. ഇതാണ് ആ പ്രാർത്ഥന കണ്ടന്റ് എന്ന് പറയുന്ന കാര്യം. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം വീണ്ടും ഈ വചനം നമുക്ക് പ്രോത്സാഹനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ശമൂവേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തോട് ചോദിച്ചു വാങ്ങിയെന്നാണ്. ദൈവത്തോട് ചോദിച്ചു വാങ്ങി. ആരാ ചോദിച്ചത്? ആ അമ്മ ചോദിച്ചു. എന്താ ചോദിച്ചത്? വലിയ പ്രവാചകനെ അല്ല ചോദിച്ചത്, വലിയ പുരോഗതി അല്ല ചോദിച്ചത്. എന്റെ നിന്ന് മാറാൻ ഒരു മകനെ വേണം, ഒരു മകനെ വേണം എന്ന് മാത്രം ചോദിച്ചത്. പക്ഷെ നാം ചോദിച്ചതിലും നിരച്ചിൽ അത്യന്തപരമായി ചെയ്യുന്ന ദൈവത്തിന്റെ മറുപടിയാണ്. ഹന്ന എന്ന കട്ടുദാസിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തുവെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയോട്, പ്രാർത്ഥിക്കുന്ന പിതാവിനോട് ഞാൻ പ്രവചിച്ചൊരു വാക്ക് പറയാം. നാം ഒരു വാക്ക് ചോദിച്ചാൽ തരുന്നത് നിസ്സാര വിഷയമല്ല, അതേ വലിയ വിഷയമാണ്. ദൈവം തരുന്നതിലേക്ക് ചേർന്ന് കർത്താവിനെ സ്തോത്രം പറയാം. ദൈവമേ, പ്രാർത്ഥനയ്ക്ക് അതിന് ശക്തിയേറിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ചിന്ത, പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് യഹോവയുടെ ശബ്ദം ചിലപ്പോൾ കേൾക്കാൻ പറ്റിയിട്ടില്ല. ഏലിയനുമായി ഇത് കേട്ടു എങ്കിൽ പോലും ഡയറക്റ്റ് ആയിട്ട് കേട്ടില്ല. പക്ഷെ അമ്മയ്ക്ക് കേൾക്കാത്ത ഭാഗ്യം കർത്താവ് മകന് കൊടുത്തു. മനസ്സിലായെങ്കിൽ സ്തോത്രം ചെയ്യണം. അമ്മയ്ക്ക് കിട്ടാത്തത്, അപ്പന് കിട്ടാത്തത് മകൾക്ക് കിട്ടി. അപ്പൊ അങ്ങനെ ചിന്തയിലാണ് നമുക്ക് ഇന്ന് രാവിലെ അപ്പോൾ നമ്മൾ അങ്ങനെ ഓർക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഓർക്കണം, കർത്താവ് ഞങ്ങൾക്ക് ലഭിക്കാത്ത പരാമാമി പറഞ്ഞേ, ഞങ്ങൾക്ക് ലഭിക്കാത്ത ഭാഗ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം നൽകണം. അത് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വാക്യങ്ങൾ ഞാൻ
അടുക്കടുക്കായിട്ട് ആ വാക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനകത്ത് അത് കിടക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കണം. കർത്താവേ, എനിക്ക് ലഭിക്കാത്ത അവസരം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കണം, എനിക്ക് ലഭിക്കാത്ത ഭാഗ്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഇത് നമ്മുടെ പ്രാർത്ഥന ശബ്ദമാകട്ടെ. ഓർക്കൂ, അവൻ പ്രാർത്ഥിച്ചു അമ്മ. പക്ഷെ അവൻ ഡയറക്റ്റ് യഹോവയുടെ ശബ്ദം കേട്ടില്ല. പക്ഷെ അമ്മ ചോദിച്ചു വാങ്ങിയ മകൻ ഇതാ ദൈവ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദമാണ് പ്രതീക്ഷിക്കാത്ത ഒരു വിളി. വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ വേഗത്തിൽ വായിച്ച 1-ാമത്തെ വാക്യം മുതൽ വായിച്ചു. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു. പ്രതീക്ഷിക്കാത്ത ഒരു യഹോവയുടെ ശബ്ദം, ഒരു വിളി. അവൻ ശമൂവേലിന് വരേണ്ട കാര്യം. 1-ാമത്തെ വിഷയം, അമ്മ ആരായിരുന്നു? പ്രാർത്ഥനക്കാരിയായിരുന്നു. അമ്മ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. മുറിവിനകത്ത് നിന്നുകൊണ്ടൊരു പ്രാർത്ഥന പൊങ്ങി വന്നു. ദുഃഖിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു പ്രാർത്ഥന പൊങ്ങി വന്നു. ഒത്തിരി ശൂലങ്ങൾ അനുഭവിച്ച ഇടത്തു നിന്നൊരു പ്രാർത്ഥന പൊങ്ങി വന്നു. ഒത്തിരി മുറിവ് അനുഭവിച്ച അമ്മയുടെ പ്രാർത്ഥന സ്വർഗ്ഗം കേട്ടപ്പോൾ ദൈവം അമ്മയ്ക്ക് ഒരു മകനെ കൊടുത്തു. ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ അർത്ഥം വരുന്ന ശമൂവേലിന് പേരിട്ടു. പേരിട്ട് അവന് ആ മുലകുടി മാറിയ ശേഷം അവനെ എവിടെ പ്രാർത്ഥിച്ച് കിട്ടിയോ അവിടെ തോട്ട് കൊണ്ടിട്ടു. അവ കൊടുത്തതിന് ശേഷം അവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ആക്കി വെച്ചു. അതുകൊണ്ട് പറ്റി കുഞ്ഞു പ്രായത്തില് അവൻ ഏലി എന്ന പുരോഹിതന് മുമ്പിൽ വിശ്വസ്തനായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു മകനെ കാണിച്ചത്. ഞാൻ ഒരു വാക്കുകൂടി പറയാം. പ്രാർത്ഥിച്ചു വാങ്ങിയ കുഞ്ഞുങ്ങളെല്ലാം ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങളാണ്. മനസ്സിലായെങ്കിലോ? സ്വോത്രം പറഞ്ഞു. എന്താ മനസ്സിലായി? പറഞ്ഞേ, ഉറക്കെ പറയാ. പ്രാർത്ഥിച്ച് വാങ്ങിയ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. അത് നിശ്ചയമാണ്. അതിനകത്ത് ഒരു കാരണവശാലും രണ്ട് പദമില്ല, ഒറ്റ ചിന്തയാണ്. അപ്പോൾ ഇവിടെ നോക്കണം. ശമൂവേൽ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷിച്ചു. അർത്ഥം നമുക്ക് ചോദിക്കാം, അവൻ ശമൂവേൽ നീ ഇത്ര ശുശ്രൂഷിക്കാനും പാസ്റ്റർ എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ അകത്തൊരു ചോരത്തിറപ്പ് വരുന്നു. എന്റെ അകത്ത് ഒറ്റ ചിന്തയുള്ളൂ, യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കണം, യഹോവയുടെ ശുശ്രൂഷ ചെയ്യണം, യഹോവയുടെ ദൗത്യം ചെയ്യണം, യഹോവ പറഞ്ഞ കാര്യം ചെയ്യണം. ഇത് രാവിലെ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ ശുശ്രൂഷിപ്പാത്തക്കവണ്ണം പ്ലാൻ ചെയ്താൽ യഹോവയുടെ ശബ്ദം നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് കേൾക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. വിശ്വസ്തയോടെ യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷിച്ചാൽ, വിശ്വസ്തനെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി അവൻ പ്രതീക്ഷിക്കാത്ത ഒരു വിളി, ശമൂവേലേ എന്ന് പറയുന്ന വിളി. അപ്പോൾ ശമൂവേലേ എന്ന വിളി വരാൻ അവൻ ശമൂവേൽ കൊടുത്ത കാര്യമാണ്. ദൈവത്തിന് മുമ്പാകെ, ഏലിന് മുമ്പാകെ യഹോവയ്ക്ക് വേണ്ടി ശുശ്രൂഷിച്ചു. അപ്പോൾ ശുശ്രൂഷിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കലി ദൈവത്തിന്റെ വിളി പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉണ്ടാകും. എനിക്ക് 2-3 കണക്ഷൻ വരുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ആ ഭാഗം കൂടി ചേർത്ത് വെച്ച് ആ വാക്ക് പറയാം. അപ്പൊ നോക്കണം. ഒന്ന്, ശമൂവേൽ യഹോവയ്ക്ക് എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. വായിച്ച 2-ാമത്തെ വാക്ക് വേഗത്തിൽ വായിക്കണം. വായിച്ചു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർബലമായി ദർശനം ഇവിടെ എത്തില്ല. യഹോവയുടെ വചനമില്ല, ദർശനമില്ല. അപ്പോഴാണ് ഇവിടുത്തെ മുട്ടുകാല് നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം ദുർബലമായി പോയി. ദൈവത്തിന്റെ വചനം സഫിഷ്യന്റ് ആയിട്ട് വന്നുകൊണ്ട് സ്ഥലമാണ്. ഒരു മറയില്ലാതെയും ഒരു കുറവില്ലാതെയും സഭ ജനം മൊത്തം വചനം കൊണ്ട് പോഷണം പ്രാപിച്ചു പോവുകയും ദർശനം കൊണ്ട് നിറയെ ചെയ്തു പോയ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ വചനം ദുർബലമായി. ഇപ്പോൾ എന്തേ ഉള്ളൂ? ഇപ്പൊ എന്തേ ഉള്ളൂ? പറഞ്ഞേ. ഇപ്പൊ വിടുതൽ, സൗഖ്യം, അനുഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പൊ എന്തില്ല? വചനമില്ല. വചനത്തിന്റെ എന്ത് വന്നു? ദുർലഭമായി മാറി. വചനത്തിന് കുറവ് വന്നു. ഇപ്പോൾ വചനത്തിന് കുറവ് വന്നതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. ഒരു സഞ്ചാര സുവിശേഷനായതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ ചില വിഷയത്തെ ഓർത്ത് ദുഃഖിക്കുന്നു. ദൈവസന്നിധിയിൽ ഞരങ്ങേണ്ടി വന്നു. കാര്യം ഓരോ വ്യക്തികളുടെയും പ്രസംഗ ശൈലി കാണുമ്പോൾ
ജനത്തെ ആരാധിപ്പിക്കുന്നു ഒക്കെ. പക്ഷെ എന്ത് പറഞ്ഞെങ്കിൽ ജനം ആരാധിക്കത്തുള്ളൂ? ഭൗതികമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞെങ്കിലേ ജനം ആരാധിക്കത്തുള്ളൂ. ഒരു സ്വർഗീയ ദർശനത്തിന്റെ ശക്തി പറഞ്ഞാൽ ജനങ്ങൾ ആരാധിക്കാത്ത ഒരു കാലത്തിലേക്ക് വന്നു. ഇന്നും ഞാൻ വിശ്വസിക്കുന്നു വചനത്തിന് എന്ത് വന്നു? കുറവ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വചനത്തിന് കുറവ് വന്നുവെങ്കിൽ ഒരു മുട്ടുമെതിക്കുന്ന ഒരു ശബ്ദത്തിന് നമുക്ക് ഇന്ന് രാവിലെ ആവശ്യമാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമുക്ക് പറയാം, അത് സഭയ്ക്കകത്ത് ജനത്തിന്റെ വചനത്തിന്റെ കുറവ് വന്നപ്പോൾ ഒരുത്തൻ മുട്ടുമെതിക്കുന്ന കണ്ട സമയത്ത്, ദർശനത്തിന് കുറവ് വന്നപ്പോൾ ഒരുത്തൻ മുട്ടുമെതിക്കുന്ന കണ്ടുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമായി അവ ഏതിന്റെ കണ്ണു മങ്ങിയപ്പോൾ ഒരുത്തന്റെ കണ്ണെങ്കിലും തുറന്നല്ലോ. ആ കാലത്ത് ഒരിക്കൽ ഏലി തന്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വഹിയാതെ വണ്ണം അവന്റെ കണ്ണ് മങ്ങി തുടങ്ങി. ഇപ്പോൾ ഏലിക്ക് ബന്ധേ ഉള്ളൂ. എനിക്കിപ്പോ സുഖമായിട്ട് മധ്യസ്ഥതയില്ല, ശുശ്രൂഷയില്ല, കൂട്ടായ്മയില്ല, പ്രാർത്ഥനയില്ല, ഒന്നും വേണ്ട. ഏലി കഴിക്കണം, ഉറങ്ങണം, കഴിക്കണം, ഉറങ്ങണം. ഇതല്ലാതെ എനിക്ക് കൂട്ടായ്മയുടെ ആവശ്യം വേണ്ട, എനിക്ക് പ്രാർത്ഥന വേണ്ട. ഏലി പ്രാർത്ഥിക്കുന്നു, പറയുന്നു, പക്ഷെ ഇപ്പൊ ഉറക്കത്തിലാണ് ഏലി. ഏലി ഉറക്കത്തിലായപ്പോൾ ഒരുത്തനപ്പുറത്ത് അന്യഭാഷ പറയുന്നു, ഒരുത്തനപ്പുറത്ത് പ്രാർത്ഥിക്കുന്നു, ഒരുത്തനപ്പുറത്ത് ദൈവം ധ്യാനിക്കുന്നു, ഒരുത്തനപ്പുറത്ത് ദൈവസ്ഥനെ ജാഗരിക്കുന്നു. ഓർത്തോണം, ഏലി ഇപ്പൊ ഉറക്കത്തിലും മയക്കത്തിലും ഭക്ഷിക്കുക, ഉറങ്ങുക, അല്ലാതെ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക് ഏലിക്ക് പോകാൻ പറ്റുന്നില്ല. ഏലി ഉറങ്ങിയാണ്, ഏലി കണ്ണു മങ്ങിപ്പോയി. ഓർത്തോണം, എവിടെ സമർപ്പണം കുറയുന്നുവോ അന്ന് കണ്ണിനും ആ കാഴ്ച കുറയും. എവിടെ മെഡിക്കേഷൻ മണ്ഡലപ്പെട്ടു പോകുന്നുവോ അവിടെ മയക്ക് ഉറക്കം വരുന്നുണ്ട്. അത് ജീവിതത്തിന്റെ പരാജയത്തിലേക്ക് പറ്റുകൊണ്ടിരിക്കുന്ന കാലഘട്ടം വന്നപ്പോൾ ഇത് ഒരുത്തൻ നമുക്ക് തോന്നും അവൻ ബാലനല്ലേ പാസ്റ്റേ, അതിന്റെ ഒരു ചോരത്തിളപ്പൊക്കെ ആദ്യമൊക്കെ ആണോ? ഇവിടെ ചോരത്തിളപ്പ് ആണോ ശബരിമല കാണിച്ചത്? അല്ല. എന്തോ കാണിച്ചത്? തന്റെ മേൽ പകർന്ന അഭിഷേകവും തന്റെ മേൽ ഇട്ടിരിക്കുന്ന ദൗത്യം എന്നുള്ള ബോധ്യം എപ്പോൾ വെളിപ്പെട്ടു വരുന്നു, അപ്പോൾ അവൻ ഉറക്കം മാറുന്നു, അപ്പോൾ മയക്കം മാറുന്നു. ദൈവശക്തിയിൽ പ്രാർത്ഥിക്കുന്നു, ദൈവസഭയിൽ ആരാധിക്കുന്നു, കൂട്ടായ്മയ്ക്ക് ശക്തി കൂടുന്നു, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇപ്പോൾ ഏലി ഉറക്കത്തിലും മയക്കത്തിലുമായി പോയി. എന്നാൽ ആ സ്ഥാനത്ത് അവനെ കണ്ണും മങ്ങിപ്പോയപ്പോൾ ശമൂവേൽ ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കിടന്നതിന് മുമ്പേ ചെന്ന് കിടന്നു സ്വത്ര എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയൊരു ബന്ധം സ്ഥാപിച്ചു സ്വത്ര. ഞാൻ അവിടത്തേക്ക് മാറുന്നില്ല. 4ാമത്തെ വാക്യം, യഹോവ ശമൂവേലിനെ വിളിച്ചു. മക്കളും പ്രതീക്ഷിക്കാത്ത ഒരു വിളി. ഇനി വിളിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടല്ല ശുശ്രൂഷിച്ചത്. ആ ശുശ്രൂഷ കണ്ടപ്പോൾ എന്ത് വന്നു? വിളി വന്നു. ഞാൻ കൂടി ആവർത്തിക്കാം, വിളിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടല്ല ശുശ്രൂഷിച്ചത്. ആണോ? അല്ല. പിന്നെ എന്തിന് വന്നു? ആമേ പറഞ്ഞേ, ശുശ്രൂഷ കണ്ടപ്പോൾ എന്ത് വന്നു? വിളി വന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയമായിരിക്കുന്ന വാക്ക്. ശുശ്രൂഷിച്ചത് കൊണ്ട് വിളി വരും. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് വിളി വരും. ആ വിളിയാണ് ഇവിടെ സംഭവിച്ച വാക്ക്. ശമൂവേലേ എന്ന് വിളിച്ചപ്പോൾ ഇന്ന നാഴിക വരെ തനിക്ക് അങ്ങനെ ഒരു വിളി കേട്ടതായിട്ട് ഓർമ്മയില്ല. അത് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിളിച്ച ശീലം മാത്രമേ ഉള്ളൂ. പക്ഷെ മറ്റൊരു അദൃശ്യ ശക്തി വിളിച്ചതായിട്ട് അനുഭവിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, ആരെയാണോ ശമൂവേൽ ശുശ്രൂഷിച്ചുവോ ആ ശുശ്രൂഷ അനുഭവിക്കപ്പെട്ട യഹോവ വിളിച്ചേ പറ്റൂ. കരമരിച്ചാത്മാവ് പറയാമോ, മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് ഈ ദൈവശബ്ദ ദൈവമക്കൾ പറയാം, ദൈവത്തെ വിശ്വസ്തയോടും പരമാർത്ഥ ഹൃദയത്തോടും ശുശ്രൂഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ നിമിത്തം അത് ദൈവത്തിന് വിളി ആ സമയത്ത് കേൾക്കാനും കാണുവാനും കഴിയും. അത് ദൈവവിളിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയാ, ശുശ്രൂഷ അനുഭവിച്ച യേശു യഹോവയുടെ ദൈവം അവനെ ശുശ്രൂഷകനായ ശ്രേഷ്ഠത അവൻ ശമൂവേൽ കൂടി മനുഷ്യനായപ്പോൾ അവനെ വിളിക്കേണ്ട കടപ്പാട് യഹോവയുടെ കടപ്പാടാണ്. അതുകൊണ്ടാണ് ശമൂവേൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് യഹോവയുടെ വിളികൾ പാടിയാക്കിയത്. ഇന്ന് രാവിലെ നമുക്ക് പറയാനുള്ള കാര്യമാണ്, കർത്താവേ എനിക്കും
അവൻ ഞാൻ പ്രതീക്ഷിക്കുന്നു യഹോവയുടെ ഒരു വിളി എനിക്കും വേണം. ഒറ്റ വിളിക്കകത്ത് മാറ്റങ്ങൾ ഒന്നല്ല, 1000 മാറ്റങ്ങൾ. ഞാൻ ആ ഭാഗം പിന്നെ ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ പറയുന്നില്ല. ഒരു ചെറിയൊരു വിളി വന്നാലും ഒരു വലിയൊരു വിളി വന്നാലും വ്യത്യസ്തത കണ്ടിട്ടാണ്, വ്യത്യസ്തമാക്കി മാറ്റാനാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമ്മൾ ഈ മാസം തുടങ്ങിയത് മുതൽ പ്രതീക്ഷിക്കാത്ത അനുഗ്രഹം, പ്രതീക്ഷിക്കാത്ത ഉയർച്ച, പ്രതീക്ഷിക്കാത്ത വിടുതലുകൾ, സൗഖ്യം എന്നൊക്കെ പ്രതീക്ഷിക്കാത്ത പദങ്ങൾ പ്രയോജനം കൊണ്ടാണ് നാം ഈ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു ശബ്ദമാണ് പ്രതീക്ഷിക്കാത്തൊരു വിളി. അപ്പോൾ ഇന്ന് ആ ശമൂവേലേ അവയെ എന്ന് യഹോവ വിളിച്ചു, അവർ വാക്കാണ് അടിയാൻ എന്ന് അവൻ വിളി കേട്ട് ഏലിന്റെ അടുക്കൽ ഓടിച്ചെന്ന അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഏലിയുടെ വിളി മാത്രമേ അതുവരെ കേട്ടിട്ടുള്ളൂ. നമ്മൾ ഇന്ന് വരെ ഏത് കേട്ടിട്ടുള്ളൂ? മനുഷ്യന്റെ വിളി മാത്രമേ. അതുകൊണ്ട് മനുഷ്യന്റെ വിളിയാണ് ഇപ്പോഴും നമുക്ക് പ്രതീക്ഷ. അവിടെ ഒരു തിരുത്തൽ ആവശ്യമാണെങ്കിൽ ഞാനൊരു കാര്യം ഒന്നുകൂടി ഉയർത്തി പറയാം. യഹോവയുടെ മുമ്പാകെ നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന വ്യക്തിയാണ് നാം എങ്കിൽ അവൻ മനുഷ്യന്റെ വിളിയെ സ്റ്റോപ്പിടും, യഹോവയുടെ വിളി ആരംഭിക്കും. മനുഷ്യനെ വിളിക്ക് ദൈവം അതിന് കൽപ്പിക്കും. ഇന്മേലാൽ നീ എന്റെ മകനെയോ മകളെ വിളിച്ചു പോകരുത്. ഞാൻ അവനെ വിളിച്ചോളാം, ഞാൻ സംസാരിച്ചോളാം, ഞാൻ ആരെന്ന് കൊടുത്തോളാം, എന്താകണം എങ്ങനെയാകണമെന്ന് ഞാൻ പറഞ്ഞോളാം. ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധം പറയാം. 1-ാമത്തെ വാക്യത്തിൽ ഏലിന് മുമ്പാകെ യഹോവ ശുശ്രൂഷിച്ചു. അവൻ ഇവിടെ നാം വായിച്ച 4-ാമത്തെ വാക്യത്തിൽ അവൻ ഏലിന് മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷിച്ച് അനുഭവിച്ച യഹോവ അവൻ ഏലി വിളിക്കുന്ന സ്റ്റോപ്പ് ചെയ്തിട്ട് യഹോവ വിളിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞാക്കി ഏലി ഇനി വിളിച്ചു പോകരുത്, ഇനി ഞാൻ ശമം വിളിച്ചോളാം. അവന്റെ ശുശ്രൂഷ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവന്റെ ശുശ്രൂഷ എനിക്ക് അനുഗ്രഹമാണ്, അവന്റെ ശുശ്രൂഷ ഞാൻ മനസ്സിലാക്കി. അവൻ വിശ്വസ്തയോടെ പരമാർത്ഥ ഹൃദയത്തോടെ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ എന്നെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് എനിക്ക് അവനെ വിളിച്ച് അവനോട് എനിക്ക് സംസാരിച്ചേ പറ്റൂ. കരമൊന്ന് ഉയർത്തി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യാമോ? പരമാർത്ഥ ഹൃദയത്തോടെ ഞാൻ അവന് ശുശ്രൂഷയെ മനസ്സിലാക്കിയപ്പോൾ ഏലിയോട് ദൈവം പറയുന്നു, ഞാൻ പറഞ്ഞ വാക്ക് അവിടെ അല്ല, ഞാൻ എന്റെ ചിന്തയിൽ പറയുന്നു, ഏലി നീ ഇനി ആരെ വിളിക്കണ്ട, ശമൻ വിളിക്കണ്ട. നിന്റെ വിളിയല്ല. എന്തിനാ എനിക്കറിയാം, ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനും ഒക്കെ നിന്റെ വിളി. പക്ഷെ ഇവിടെ ഞാൻ വിളിക്കാൻ പോകുന്ന അതിനു വേണ്ടിയല്ല. എന്റെ ജനത്തെ തൃപ്തിപ്പെടുത്തുവാൻ, എന്റെ ജനത്തെ നഷ്ടപ്പെട്ടു പോയ ദർശനത്തെ പുനഃസ്ഥാപിക്കുവാൻ ഞാൻ അവനെ വിളിച്ചോളാം. നിന്റെ വിളിക്ക് വ്യത്യാസമുണ്ട്. നിന്റെ വിളി ഭൗതിക വിഷയമായിട്ട് ബന്ധപ്പെട്ട വിളിയായിരിക്കാം. പക്ഷെ എന്റെ വിളി അതല്ല. ദുർബലമായി പോയ, ശൂന്യമായി പോയ, ശുഷ്കിച്ചു പോയ തന്റെ ജനത്തെ, എന്റെ ജനത്തെ പുഷ്ടിയുടെ പടവ് ചവിട്ടി കേട്ടൊക്കെ വേണ്ട അവരെ ആ തലത്തിൽ എനിക്ക് കൊണ്ടെത്തിക്കേണ്ട ആവശ്യമായതുകൊണ്ട് എനിക്ക് അവനെ വിളിച്ചേ പറ്റൂ. സഭക്കാരത്തിന് അവനെ പറയാമോ? കുടുംബത്തിനകത്ത് എന്തെങ്കിലും കുറവ്, അഗ്നിയിലേക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന് വചനത്തിന് കുടുംബത്തിനകത്ത് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ദർശനത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, സഭയ്ക്കകത്ത് വളരെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, സഭയ്ക്ക് ദർശനത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുവൻ ഉത്സാഹിക്കുന്നുവെങ്കിൽ അവനെ ദൈവം വിളിച്ചിരിക്കും, അവനെ ദൈവം സംസാരിക്കും, അവനോട് ദൈവം അവൻ ബോധ്യപ്പെടുത്തും. ആ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ടു പോയ സകല വനത്തെ കുറവിനെ ദർശനത്തെ അവനെ പുനഃസ്ഥാപിക്കും. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വായിച്ചേ യഹോവ ശമൂവേലിനെ വിളിച്ചു. അടുത്ത വാക്ക് അടിയനെന്ന് അവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്നു. അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ആ 5-ാമത്തെ വാക്യം ഞാൻ വിളിച്ചില്ല. മതി. ഇതൊക്കെ ഓരോ പദം കൊണ്ട് നിരവധി റെഫറൻസുകൾക്ക് ചേർത്ത് നമുക്ക് സൂക്ഷിക്കപ്പെടണം. ഞാൻ വിളിച്ചില്ല. ഞാൻ വിളിക്കാത്ത കാര്യം എനിക്കറിയാം. അവൻ ഞാനിപ്പോ ഡീപ് സ്ലീപ്പിലാണ്. കഴിച്ചപ്പോ തന്നെ നമുക്ക് ഒരു ഗുണ്ട ക്ഷീണം ഡാഷ് മതി. അവൻ ഗുണ്ട വ്യക്തിക്ക് എല്ലാവർക്കും അതിന്റെ ഉറക്ക ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഉറങ്ങി കിടക്കുന്നതിന് വിളിക്കേണ്ട ആവശ്യം. കാര്യം അവന് കിട്ടേണ്ടതെല്ലാം കിട്ടി. കഴിക്കാനും കഴിക്കുടിക്കാനും ഒക്കെ വിശ്രമിക്കാനും കിട്ടി. പിന്നെ പുള്ളിക്ക് എന്ത് ചെയ്താൽ മതി? അപ്പൊ അതുകൊണ്ട് സാധാരണ അവയെ പുള്ളി വിളിക്കാറില്ല.
അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, എനിക്ക് ഒന്നിനും കുറവ് വരുന്നില്ല, അതുകൊണ്ട് പിന്നെ നിന്നെ രാത്രി വിളിക്കേണ്ട ആവശ്യം. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇങ്ങനൊരു കാര്യം ഓർത്തോണം, ശമൂവേലിനെ വിളിക്കണമെങ്കിൽ, ആ വിളി ശമൂവേൽ കേൾക്കണമെങ്കിൽ ശമൂവേലിന്റെ ഉറക്കത്തെ സ്റ്റൈൽ എന്തായിരിക്കും? ഉറങ്ങിയിട്ടില്ല. ഒന്നാമത്തെ വാക്യം മറക്കാൻ, ശുശ്രൂഷിക്കുന്നവൻ എന്ത് വരത്തില്ല, അതാണ് വിഷയം. 2, വചനത്തിന് എന്ത് വന്നു? ദുർലഭം വന്നു. ദർശനത്തിനും ദുർലഭം വന്നു. ഇതിനകത്ത് ഇപ്പോൾ ഏലിയുടെ നിന്നും ദൈവത്തിന്റെ ഹൃദയം ആർ കൊടുത്തു? ശമൂവേൽ വന്നപ്പോൾ ശമൂവേൽ ഇപ്പോൾ അഥവാ ഉറങ്ങിയാലും അർത്ഥ ഉറക്കം, മുഴുവൻ ഉറക്കത്തിലല്ല, അർത്ഥമയക്കം, ക്ഷീണം ആളേണ്ട ഒരു ഉറമയക്കം. ആ മയക്കത്തിലായതുകൊണ്ട് വിളിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയത്. ഇനി വേറെ വിഷയം കൂടി എന്റെ ചിന്ത വരുന്ന വാക്ക്, ചിലപ്പോൾ എന്റെ യജമാനൻ പ്രായമായതുകൊണ്ട് അദ്ദേഹം വിളിക്കുമോ എന്നൊരു ചിന്തയും തന്റെ അകത്തുണ്ടായിരുന്നു. മക്കൾ അടുത്തില്ല, ഇപ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിപ്പാൻ ഞാൻ മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ട് എന്റെ യജമാനായി ഏലി അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് എന്തെങ്കിലും വിളിച്ചാൽ എനിക്ക് എപ്പോഴും അദ്ദേഹത്തിന്റെ വീടുമ്പാകെ അതേ സഹായിച്ചേ പറ്റൂ. ആ ഒരു സമർപ്പണം കൂടി തനിക്ക് ഉണ്ട്. അപ്പോൾ പക്ഷേ ആ സമർപ്പണം കൊണ്ടെത്തിച്ചത് വേറൊരു വിളിയിലേക്ക് വേണ്ടിയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ ദിവസങ്ങൾ പറയാം, ദൈവമക്കളോട് വളരെ ഗൗരവത്തോടെ വാക്ക് പറയാം. അപ്പൊ നമുക്ക് ഉറക്കം ആവശ്യമാണ്, നമുക്ക് മയക്കം ആവശ്യമാണ്, നമുക്ക് പല വിശ്രമത്തിന് വേണ്ടിയുള്ള പല സാധ്യത ആവശ്യമാണ്. പക്ഷെ വചനത്തിനകത്ത് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നാം നികത്താൻ ബാധ്യസ്ഥരാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്റെ വീട്ടിനകത്ത് എന്ത് കുറയരുത്? വചനം കുറയരുത്. എന്റെ വീട്ടിനകത്ത് എന്ത് കുറയരുത്? ദർശനം കുറയരുത്. എന്റെ സഭയ്ക്കകത്ത് എന്ത് കുറയരുത്? വചനം കുറയരുത്. എന്റെ സഭയ്ക്കകത്ത് എന്ത് കുറയരുത്? ദർശനം കുറയരുത്. വചനവും ദർശനം കുറഞ്ഞു കഴിഞ്ഞാൽ മയക്കത്തിലേക്ക് പോകേണ്ടി വരും, ഉറക്കത്തിലേക്ക് പോകേണ്ടി വരും. പക്ഷെ ദർശനവും വചനത്തിന്റെ കുറവ് വരാതിരിക്കത്തക്കവണ്ണം ഒരു വ്യക്തിക്ക് ഉറക്കം നഷ്ടപ്പെട്ട് വചനത്തിന് വെളിപ്പാടുകൾ പ്രാപിച്ച് ജനത്തിന് കൊടുപ്പാത്തക്കവണ്ണം, ജനത്തെ പോഷിപ്പിക്കത്തക്കവണ്ണം, ദർശനത്തെ സഭ വളർത്തുവാത്തക്കവണ്ണം എനിക്ക് പറ്റാത്ത സ്ഥാനത്ത് ഒരു സമൂഹയെ ദൈവാത്മാ എഴുന്നേൽപ്പിക്കുന്നവർക്ക് അവന്റെ ഉറക്കത്തിന് അധികം തീർപ്പില്ല. ഈ രാവിലെ പരിശുദ്ധാൻ പറയാ, എന്റെ വീട്ടിൽ ഞാൻ നിങ്ങളൊരു വാക്ക് പറയാം, നമ്മൾ മക്കളെ വിളിക്കുന്നവരാണല്ലോ അല്ലേ? സാരിയെ വിളിക്കും, സരിയെ വിളിക്കും അല്ലെ? നമ്മൾ കുഞ്ഞുങ്ങൾ വിളിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾ വിളിക്കുമ്പോൾ അധികം സംസാരിക്കുന്നതായിരിക്കും ചമറ ആന്റി പറ. സരിയെ സാരി വിളിക്കുമ്പോൾ ആന്റി അധികം സംസാരിക്കുന്നതായിരിക്കും. പറ അടുത്ത അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു അമ്മയ്ക്ക് അപ്പനും ചോദിക്കാനോ അത് മാറ്റണം. അത് മാറ്റിയിട്ട് നീ ഏത് വചനമാണ് വായിച്ചത്? നീ ദിവസം എത്ര സമയം പ്രാർത്ഥിച്ചു? നീ ദൈവത്തിന്റെ വചന വെളിപ്പാട് പ്രാപിച്ചുവോ? നീ കൂട്ടായ്മയ്ക്ക് പോയോ? കൂട്ടായ്മയിൽ അവിടെ എന്താ ദൂത് സംസാരിച്ചത്? എന്താ നിന്നോട് ദൈവാത്മ ഇടപെട്ടത്? ഇത് ചോദിക്കുന്ന ഒരു ശബ്ദം നമ്മുടെ നാവെന്ന് വന്നാൽ അമ്മ അടുത്ത ദിവസം ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് മറുപടിക്കണമെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കും. സ്വന്തം മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിനകത്ത് വചനത്തെ ദുർബലമാക്കരുത്, ദുർലാഭമാക്കരുത്, അത് കുറയ്ക്കരുത്, ദർശനത്തിന്റെ ശക്തി കുറയ്ക്കരുത്. ഇത് ഒരു മാതാപിതാക്കൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. അത് ചെയ്യാത്തക്കവണ്ണം നാം ആഹാരം കഴിച്ചൊന്ന് കേൾക്കേണ്ടത് ഒരു അപ്പന്റെ അമ്മയുടെ ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ തന്നെ അവർ സുഖമായിരിക്കുന്നത് കേൾക്കേണ്ടത് അത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ അതിനേക്കാളും നമ്മുടെ കുടുംബത്തിനകത്ത് വചനത്തിന്റെ വെളിപ്പാട് കുറയ്ക്കരുത്, ദർശനത്തിന്റെ ശക്തി കുറയ്ക്കരുത്. അങ്ങനെ കുറയ്ക്കാതെ വന്ന വിശ്വസ്തയോടെ നമ്മൾ ആ കാര്യം ഡെവലപ്പ് ചെയ്ത് നോക്കൂ. നമ്മുടെ ലൈഫ് ഭയങ്കര അധികമായി മാറും. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? കർത്താവ് നമ്മെ ഇന്ന് രാവിലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നു. അത് ഞാൻ വിളിച്ചില്ല, വിളിക്കേണ്ട ആവശ്യമില്ല. അടുത്ത വാക്യം, പോലെ ഞാൻ ഉറങ്ങുന്നത് പോലെ നീയും പോയി കിടന്ന് ഉറങ്ങും. കാര്യം ഉറങ്ങുന്നവർക്ക് എപ്പോഴും ഉറക്കത്തെ സപ്പോർട്ട് ചെയ്യാനേ പറ്റും. Praise God. Thank you, Lord Jesus. ഉറങ്ങുന്നവർക്ക് എപ്പോഴും ഉറക്കത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഉണരുന്നവർക്ക് എപ്പോഴും ഉണർത്തലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്ന് പറയാൻ എന്താ നമ്മൾ വിഴുങ്ങിയതോ അതേ നമുക്ക് വെക്കാൻ പറ്റും. സ്വന്തം കർത്താവ് എന്താണ് പ്രാപിച്ചത്, ആ പ്രാപിച്ചത് മാത്രമേ നമുക്ക് പുറത്തിറക്കാൻ പറ്റൂ. നീ ഞാൻ വിളിച്ചില്ല, നീ പോയി. അതിനുദ്ദേശം എന്തുവാ? നിങ്ങൾ പറ, അവന്റെ ഉദ്ദേശം എന്തുവാ? ഞാൻ ഉറങ്ങുന്നു, നീ
നീ പോയി. ഇനി മേലെ എന്നെ ശല്യം ചെയ്യാൻ ഞാൻ നല്ല സ്വപ്നം കണ്ട് സൂപ്പറായിട്ട് ഉറങ്ങുമ്പോഴാണ് നിന്റെ ഒരു ഡിസ്റ്റർബൻസ്. സ്വപ്നം പ്രൈസ് ഗോഡ്. ഞാൻ ഉറങ്ങുന്നു, നീ പോയി ഉറങ്ങിക്കോ. എന്റെ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, അതാണ് വാക്കിന്റെ അർത്ഥം. പക്ഷേ ഇന്ന് രാവിലെ ഓർത്തോണം, ദൈവത്തിന് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഒരുത്തന് ഉത്സാഹത്തോടുകൂടെയുള്ള ശുശ്രൂഷ കണ്ടപ്പോൾ, അവൻ ജനവും ശുഷ്കിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ, ഒരുത്തനെ കിട്ടി എന്നുള്ള ഉത്സാഹത്തെ കർത്താവ് നിൽക്കുമ്പോൾ, കർത്താവിനെ അവനെ വിളിക്കാൻ ഒരിക്കൽ പോലും ഇരിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മ പറയാ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്തോത്രം ചെയ്യാൻ ആരാധിക്കുക ചെയ്യുന്ന ദൈവജനത്തിന് ആത്മീയ അത്ഭുതം കാണാൻ പറ്റും. ആത്മീയ ആരോഗ്യവും പ്രാണന് ആരോഗ്യവും ശരീരത്തിന് ആരോഗ്യം കാണാൻ പറ്റുക. അവന്റെ അവസാനത്തെ മരണം വരെ ഉത്സാഹത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുമെങ്കിൽ അതാണ് ജീവിതത്തെ ഏറ്റവും വിജയവും അത്ഭുതവും. അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. കരകൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഓക്കെ, അങ്ങനെ ഭാഗത്തേക്ക് വരാം. ഞാൻ വിളിച്ചില്ല, കിടന്നു കൊടുക്കുക. അടുത്ത വാക്യം പറഞ്ഞു. അടുത്ത വാക്യം, അവൻ പോയി പാപം. അവൻ തന്റെ യജമാനം പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു? കിടന്നു. പക്ഷെ അവൻ എന്ത് ചെയ്തില്ല? ഉറങ്ങില്ല. ഞാൻ ഇത് പിന്നെ ഒരു പ്രസംഗിക്കാം, പക്ഷെ ഒരു ദൂതലേക്ക് കിടക്കുന്നുള്ള പറയാം. അടുത്ത 5-ാമത്തെ വാക്യം, പോയി കിടന്നു. അടുത്ത യഹോവ പിന്നെയും അടുത്ത വാക്യം, ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു, അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ഞാൻ വിളിച്ചില്ല, മകനേ പോയി കിടന്നുകൊള്ളുക. അപ്പോൾ ഉള്ളി പറഞ്ഞ വാക്ക് നോ ഡിസ്റ്റർബ്. എന്നെ എന്ത് ചെയ്ത്? ഡിസ്റ്റർബ് ചെയ്ത്. സ്വത്രം, ഞാൻ നിന്നെ വിളിച്ചില്ല. വടി ഉണ്ടായിരുന്നെങ്കിൽ അപ്പൻ അപ്പോഴും തല്ലിക്കൊന്നേനെ. സ്വത്രം, സ്വത്രം. ചില ഉറക്കത്തിൽ ചില വ്യക്തികൾ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ പ്രായം അശോചന എങ്ങനെ ആരെങ്കിലും ഉറക്കത്തിൽ ഡിസ്റ്റർബ് ബുദ്ധിമുട്ടുണ്ടാവും? ഉണ്ടാവും. ആ ചിലത് എങ്ങനെയാണ്? അതാരെങ്കിലും ഉറക്കത്തിൽ നന്നായി ഉറങ്ങിടക്കുന്നവരെ പോയി ശല്യം ചെയ്യുകയോ ആവശ്യം ഉണ്ടാകുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അവർ പറയും, എനിക്ക് ഒറ്റ ഉറക്കേ ഉള്ളൂ, രണ്ടാമത്തെ ഉറക്കം എന്തില്ല ഉള്ള ഇല്ലേ? ആശിച്ചിരിക്കുന്നതാണ് സ്വത്രം. ഒറ്റ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്ത് സ്വത്രം. അതുപോലെ ഞാൻ ഉറങ്ങിയാണ്, ഇനി ശല്യം ചെയ്യാൻ പറ്റും, നീ പോകണം ഉറങ്ങാൻ പറഞ്ഞു. പക്ഷെ ദൈവം വിടുമോ? ഒരു പ്രതീക്ഷിക്കാത്ത വിളി കൊടുത്ത് ഡെവലപ്പ് ചെയ്യത്തക്ക ദൈവം പ്ലാൻ ചെയ്ത സ്ഥിതിക്ക് ദൈവം ഇട്ട പദ്ധതി വിജയിക്കുന്നത് വരെ, ആ ഉദ്ദേശം സഫലമാകുന്നത് വരെ ദൈവത്തിന്റെ ആക്ഷൻ, ദൈവത്തിന്റെ പ്രവൃത്തി തോന്നിക്കും. അടുത്ത വാക്യം വായിച്ച, അടുത്ത വാക്യം വായിച്ച. ഞാൻ വിളിച്ചില്ല, മകനെ പോയി കിടന്നുകൊള്ളുക എന്നവൻ പറഞ്ഞു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല, യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടതുമില്ല. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു, അടിയനിതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായി. ഏലി ശമൂവേലിനോട്, പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കൊള്ളണം എന്ന് പറഞ്ഞു. ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞപ്പോ ആ വാക്ക് ശ്രദ്ധിക്കണം. അതുവരെയും ശമൂവേലിനെ ആരും അറിയത്തില്ല. വിളിക്കകത്ത് ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. എന്നെ അവനെ വെളിപ്പെടുത്തി കൊടുക്കണം. പ്രൈസ് ഗോഡ്. അവിടെ 1-ാമത്തെ വാക്യത്തിൽ യഹോവയെ ശുശ്രൂഷിക്കുന്നു ആരാ? ശമൂവേൽ. പക്ഷെ ആര് പറഞ്ഞിട്ടാ? ഏത് പറഞ്ഞിട്ടാണ്? പക്ഷെ ആരറിയത്തില്ല? ശുശ്രൂഷ അനുഭവിക്കുന്ന യേശുവിനെ ദൈവത്തെ ആർക്കറിയത്തില്ല. അപ്പൊ ദൈവത്തിന് ശമൂവേലിനെ വിളിക്കുന്ന ഉദ്ദേശം ഇതായിരുന്നു, എന്നെ തന്നെ അവനെ വെളിപ്പെടുത്തി കൊടുക്കണം. ഞാൻ ഇത് അടുത്ത ദിവസം പ്രസംഗിക്കും. എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കാം. എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമെങ്കിൽ എനിക്ക് അവൻ ശമൂവേലിനോട് സംസാരിച്ചേ പറ്റും. കാര്യം ഇപ്പോൾ ജനം ദുർബലമാണ്, ജനം ശുഷ്കിച്ചിരിക്കുന്നു, ജനം ഹാർഡായി പോയി, ജനത്തിന് ആത്മീയമായി പുഷ്ടി കുറഞ്ഞു പോയി, കാഴ്ചപ്പാട് മങ്ങലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് കാഴ്ചപ്പാട് മങ്ങലേറ്റി പിന്മാറി നശിക്കുന്ന മുമ്പ് തന്നെ ഒരുവനെ എന്നെ അറിയിച്ചിട്ട് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവന്റെ വായിക്കകത്ത് വചനം കൊടുത്ത് ദർശനം കൊടുത്ത് അവനെ ജനത്തിന് വേണ്ടി അവൻ അടയാളം അമർത്തി ജനത്തിന്റെ പരാജയത്തെ പണിയുവാൻ എനിക്ക് ശമൂവേലിനോട് തിരിക്കുന്നു സംസാരിച്ചേ പറ്റൂ. അവന് പറയാ ശമൂവേലിനോട് ദൈവം പറയുന്നു, അവൻ ശമൂവേൽ അതുവരെ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവശബ്ദം കേട്ടിട്ടില്ല, വചനത്തെ അറിയത്തില്ല, വചനത്തെ കുറിച്ച് ബോധ്യമില്ല. പക്ഷെ ദൈവത്തിന്റെ അവൻ നിയോഗം എന്നെ അറിയിക്കണം, എന്റെ വചനം കൊടുക്കണം, എന്നെ കുറിച്ച് ജനത്തിന് ആമെ പറഞ്ഞു കൊടുപ്പാത്തക്ക വണ്ണം ശമൂവേൽ ഉപയോഗപ്പെടണം. ചെയ്യണം. പാവം വീണ്ടും പോയി 3-ാം പ്രാവശ്യം ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി
എൻ്റെ ചർച്ചിന്റെ ഡെവലപ്മെന്റിന്റെ ആദ്യ സമയത്ത് എൻ്റെ ചർച്ച് ഇത്രയും ഡെവലപ്പ് ആകാത്തക്കവണ്ണം യഹോവയുടെ ശബ്ദം എനിക്ക് ഉണ്ടായിരുന്നു. ആ ശബ്ദമായിരുന്നല്ലോ ചർച്ച ഡെവലപ്പായത്. പക്ഷെ ഇപ്പോൾ ചർച്ച ഡെവലപ്പ്മാര് വരാം, ചർച്ച ശുഷ്കിച്ചു പോയി. ആ ശുഷ്കിച്ച സ്ഥാനത്ത് ഒരു പ്രാർത്ഥനക്കാരുടെ മകനെ കൊണ്ട് ആലയത്തിൽ നിർത്തിയിട്ട് ആ ശുഷ്കിച്ചു പോയ ആലയത്തെ പുനർനിർമ്മാണത്തിലേക്ക് കൊണ്ടുവന്ന് തൃപ്തിപ്പെടുത്താൻ ദൈവം ശമൂവേലിനെ വിളിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഏലി പറഞ്ഞ വാക്കാണ്, പണ്ട് ഞാൻ പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്യും, അരുളി ചെയ്യണമേ, അടിയാൻ കേൾക്കാമെന്നൊരു വാക്ക് പറഞ്ഞു. നിങ്ങൾ ആ വാക്ക് വീട്ടിൽ പോയിട്ട് സമയം ലഭിക്കുന്ന നിങ്ങൾ വായിച്ചാൽ ആഴമെടുക്കണം. അന്ന് രാത്രിയിൽ 8 മുട്ടും തിരിച്ചറിയാത്ത, യഹോവയെ അറിയത്തില്ല, വചനമെന്നത് അറിയത്തില്ല, ദർശനമെന്നത് അറിയത്തില്ല, ആത്മാക്കൾ അറിയത്തില്ല, ഏലിയെ കുറിച്ച് നെഗറ്റീവ് ചിന്തിച്ചിട്ടില്ല, ഏലിയുടെ മക്കളെ കുറിച്ച് നെഗറ്റീവ് ചിന്തിച്ചിട്ടില്ല, ഏലിയുടെ കുടുംബമായിട്ട് തനിക്ക് ഒരു അറിവില്ല. ഒരു അറിവില്ലാത്തവനോട് ദൈവം സകലം അടുക്കടുക്കായിട്ട് അറിയിച്ചു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ദൈവം പറയുന്ന കാര്യം പരമാർത്ഥമാണ്. ദൈവം പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണ്. ഇന്ന് രാവിലെ നമുക്ക് പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവത്തിന്റെ ശബ്ദം ശമൂവേൽ കേട്ട് അന്ന് കേട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഏലിയുടെ ഹിതത്തിന് ശമൂവേൽ വഴങ്ങേണ്ടി വരുമായിരുന്നു. യഹോവയുടെ വായ്ക്ക് പകരം ശമൂവേൽ ഏലിയുടെ വായായി മാറിയേനെ. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ മനസ്സിലായി? അത് റൈറ്റ് ടൈമിലാണ് യഹോവ സംസാരിച്ചത്. റൈറ്റ് ടൈം സംസാരിച്ചില്ലെങ്കിൽ അടുത്ത് സംസാരിക്കാൻ പോകുന്ന വാക്ക് ഏലി എന്ത് പറയുമോ അത് തന്നെ ആയിരിക്കും. അത് ശമൂവേൽ ഏറ്റവും പറയേണ്ടി വരുന്നത്. അതിന് മുമ്പിൽ ദൈവം ഏലിയുടെ മേൽ എന്താണ് സംഭവിച്ചു, ഏലി എന്താണ് എന്ന് പരിശുദ്ധ ബോധ്യപ്പെടുത്തിയിട്ട് അത് നിന്നിൽ വരാതിരിക്കത്തക്കവണ്ണം നീ എന്തായി ചെയ്യണമെന്ന് അന്ന് രാത്രി മുഴുവനും മണിക്കൂറുകൾ ദൈവം അടുക്കടുക്കാതെ സംസാരിച്ചു. അത് പുറകിലോട്ട് വാക്യത്തിനകത്ത് വളരെ ഗൗരവത്തോടെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. ആ വാക്ക് ഒന്ന് 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്വത്രം. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, ഇത് കേൾക്കുന്നവന്റെ ചെവി രണ്ടും മുഴങ്ങും. ഞാൻ ഏലിയുടെ ഭവനത്തെ കുറിച്ച് അരുളി ചെയ്തതൊക്കെയും ഞാൻ അന്ന് അവന്റെ മേൽ ആദ്യത്തെ സംസാരം എന്തുവാ? കണ്ണടഞ്ഞു പോയതിന്റെ കാഴ്ചപ്പാട് മങ്ങിലെപ്പിയിട്ട് കുടുംബത്തെ കുറിച്ചാണ് ആദ്യം സംസാരിച്ചത്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകരുത്, ഈ മക്കൾ ശ്രദ്ധിക്കണം. വാസ്തവത്തിൽ അവർക്ക് വന്നത് എനിക്ക് വരരുത്, അവർക്ക് ഭവിച്ചത് എനിക്ക് ഭവിക്കരുത്, അവർക്ക് സംഭവിച്ചത് എന്റെ കൂടാരത്ത് വരരുത്, അവർക്ക് വന്നത് എന്റെ തലമുറയ്ക്ക് വരരുത്, അവർക്ക് അടഞ്ഞുപോയത് എനിക്ക് അടയാൻ പാടില്ല, അവർക്ക് ദുർബലമായത് എനിക്ക് ആകാൻ പാടില്ല, അവർ ദർശനം മങ്ങിയെങ്കിൽ എനിക്ക് ദർശനം മങ്ങാൻ പാടില്ല, അവരെ കാഴ്ചപ്പാട് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എന്റെ കാഴ്ചപ്പാട് മങ്ങാൻ പാടില്ല. അതുകൊണ്ട് കാഴ്ചപ്പാട് മങ്ങിപ്പോയ കുടുംബത്തെ കുറിച്ച് അടുക്കടുക്കായിട്ട് പരിശുദ്ധാത്മാവ് ശമൂവേലിന് പറഞ്ഞപ്പോൾ ശമൂവേലിന് മനസ്സിലായി, ഇപ്പോൾ സംസാരിച്ച് നന്നായി, ഇപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ ഏലിന്റെ ഇഷ്ടത്തിന് ഞാൻ വിധേയപ്പെടുമായിരുന്നു എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അന്ന് യഹോവ സംസാരിച്ചു. ആ സംസാരം എന്തായി മാറി? ദാൻ മുതൽ ബർശേബ വരെ ഇസ്രായേലിനൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ. 20-ാമത്തെ വാക്യമാണ്. അതുകൊണ്ട് എന്ത് പറ്റി? യഹോവ പിന്നീട് യഹോവ ശീലോ വെച്ച് ശമൂവേലിനെ യഹോവയുടെ വചനത്താൽ വെളിപ്പെട്ട ശേഷം യഹോവ വീണ്ടും വീണ്ടും ശീലോ വെച്ച് പ്രത്യക്ഷനായി. എന്ത് രസകരമായി! എനിക്ക് ചില മണിക്കൂറുകൾ പല റെഫറൻസുകൾ ചേർത്ത് വെച്ച് പഠിക്കാനും പഠിപ്പിക്കാനും ശുശ്രൂഷിക്കാനുള്ള വചനമാണ്. കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ നമുക്ക് ആ ദൂത് വീണ്ടും സ്വീകരിക്കാം. കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ ഉത്സാഹിക്ക് വേണ്ടി വീണ്ടും വീണ്ടും പ്രത്യക്ഷമാണ്. കേട്ടോ? ആമേൻ. സ്തോത്രം. കർത്താവിന്റെ വചനം കേൾക്കാനുള്ളവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും സംസാരിക്കും. കർത്താവിന്റെ വാക്ക് കേൾക്കാൻ ഉത്സാഹിക്കുന്നവർക്ക് വേണ്ടി വീണ്ടും വീണ്ടും സംസാരിക്കും. ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമൊക്കെ പറയാം, മണിക്കൂറുകൾ മുട്ടുമടക്കുവാനോ പ്രാർത്ഥിക്കുവാനോ തമ്മിലനുസരിക്കാനോ നമുക്കൊരു താല്പര്യം അകത്ത് വരുന്നുവെങ്കിൽ ദൈവം നമ്മോട് വീണ്ടും വീണ്ടും സംസാരിക്കും. രസം അറിയാമോ? ആ വാക്ക് കേൾക്കാൻ ഭയങ്കര രസമാണ്. വചനത്തിൽ കൂടെ ആത്മാവിൽ കൂടെ സംസാരിക്കുമ്പോൾ ദൈവാത്മാ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അധികം മറ്റെന്തിനേക്കാളും അധികം സംസാരിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ വെളിപ്പാടാണ്. അങ്ങനെ പ്രതീക്ഷിക്കാത്തൊരു വിളി വന്നു.
അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത പ്രവാചകനായി മാറി, പ്രതീക്ഷിക്കാത്ത പുരോഹിതനായി മാറി. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുടിച്ച വെളുത്തു പോലും വിചാരിച്ചില്ല പുള്ളി പ്രവാചകനാകുമെന്നോ പറഞ്ഞേ, പുള്ളി ഒരു പുരോഹിതനാകുമെന്നോ വിചാരിച്ചില്ല. അമ്മയും വിചാരിച്ച പ്രാർത്ഥനയിൽ അമ്മയും വിചാരിച്ചില്ല, അമ്മയും മകനും വിചാരിച്ചില്ല. ഏറെ എന്തിനാ പറയുന്നു, ഏലി പോലും വിചാരിച്ചില്ല, നാട്ടുകാരും വിചാരിച്ചില്ല. ഇത്രമാത്രം ഒരു പിടിയുടെ പുറകിൽ ഇത്രയും ഒരു പ്രൊമോഷൻ, ഇത്രയും അപ്പോയിന്റ്മെന്റ് ദൈവം കാര്യം. ഇന്ന് രാവിലെ നമുക്ക് പറയാം, കർത്താവേ ഞാൻ ഇതുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾ വിടുകയാണ്. ഇന്ന് രാവിലെ രാത്രിയിലും നാം ഇത് വാക്ക് ധ്യാനിച്ച കർത്താവേ, പ്ലീസ് ടെൽ മീ ഗോഡ്, കർത്താവേ നീ സംസാരിക്കാമോ കർത്താവേ? എവിടെയൊക്കെ എന്തൊക്കെ ദുർലഭമായോ, എവിടെയൊക്കെ കുറഞ്ഞു പോയോ, അതെല്ലാം എന്നെ കൊണ്ട് നികത്തുവാൻ നീ എന്റെ പേരിൽ പ്രത്യേക കൃപ പകരണമേ എന്നൊരു വാക്ക് ദൈവസ്ഥലി പറയാം. എല്ലാ കണ്ണുമടയ്ക്കാം. നിന്നെ വിളിച്ചവൻ ഉന്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാറ്റിടുമേ. ഓ നിന്നെ വിളിച്ചവനോ ഉന്മയുള്ളോ, കണ്ണിൻ മണി പോലെ കാറ്റിടുമേ. ആവേദാന്ത്യം വരെ വായുതാ ദൈവമേ, സംഗീതത്തിനും പോൽ കാലത്താ. ആവേദാന്ത്യം വരെ വായുതാ സംഗീതത്തിനും പോൽ കാലത്താൽ. ആയലേനും ചെയ്തിനാമായുമേ, നീ താഴരുകയോ ഇനി സാഗരേ. ആയലേനും ചെയ്തിനാമായുമേ, നീ താഴരുകയോ ഇനി സാഗരേ. ആവേ മരുവോ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. മരുവോ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. ആവേ കരുതോ നിനക്കാവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. ആവേ കരുതോ നിനക്കാവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. ആകലേറും ഓ നീ താളരുകയോ ഇനി സാഗരേ. ആകലേറും ചെയ്തിനാമായുമേ, നീ താളരുകയോ ഇനി സാഗരേ. ഓ നിന്നെ വിളിച്ചവനോ ചോദിയാമോ, തന്നെ മണി പോലെ കാത്തിടുമേ. ആവേദാന്ത്യം വരെ വായുതാ ദൈവമേ, സംഗീതത്തിനും പോൽ കാലത്താൽ. അന്ത്യം വരെ സംഗീതത്തിനും പോൽ കാലത്താൽ. ആവേദാന്ത്യം വരെ വായുതാ ദൈവമേ, സംഗീതത്തിനും പോൽ കാലത്താൽ. അന്ത്യം വരെ സംഗീതത്തിനും പോൽ കാലത്താൽ. ആയലേറും ചെയ്തിനാമായുമേ, നീ താളരുകയോ ഇനി സാഗരേ. ഓ ആയലേറും ചെയ്തിനാമായുമേ, നീ താളരുകയോ ഇനി സാഗരേ. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിഷയത്തെ ഓർത്ത് പ്രാർത്ഥന നടത്തുമല്ലോ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ് ജീസസ്.